പയ്യന്നൂരിൽ മുൻ CPM നേതാവ് ടി പുരുഷോത്തമന്റെ ചെമ്മീൻ കൃഷി കേന്ദ്രത്തിന് തീയിട്ട സംഭവത്തിൽ പ്രതികരണവുമായി പയ്യന്നൂർ MLA വി കുഞ്ഞികൃഷ്ണൻ. CPM-ൽ പെടുന്ന മാഫിയ സംഘങ്ങളുമായി ബന്ധമുള്ളവരാണ് ഈ ആക്രമണം നടത്തിയതെന്ന് കുഞ്ഞികൃഷ്ണൻ MLA ആരോപിച്ചു. അതിൽ CPM ലീഡർഷിപ്പിൽ പെടുന്നവരുമുണ്ടെന്നും അവരുടെ നേതൃത്വത്തിലാണ് പുരുഷോത്തമന്റെ ചെമ്മീൻ കൃഷി ഷെഡിന് തീയിട്ടതെന്നും കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. മുൻ CPM പ്രവർത്തകനായ ടി പുരുഷോത്തമന്റെ ചെമ്മീൻ കൃഷിയുടെ ഭാഗമായി നിർമ്മിച്ചിരുന്ന ഷെഡിന് വ്യാഴാഴ്ച രാത്രിയോടെയാണ് തീയിട്ടത്. ദിവസങ്ങൾക്ക് മുൻപ് പയ്യന്നൂർ മുൻ MLA TI മധുസൂദനന്റെ നേതൃത്വത്തിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പുരുഷോത്തമനെതിരെ വ്യക്തിപരമായ പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഇതേ തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ CPM DYFI പ്രവർത്തകർ പുരുഷോത്തമനെതിരെ ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് ആക്രമണം നടന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പുരുഷോത്തമന്റെ വീട് ആക്രമിക്കുകയും കാറിന് തീയിടുകയും ചെയ്തിരുന്നു. ഈ കേസിൽ 5 CPM പ്രവർത്തകരാണ് അറസ്റ്റിലായത്. ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്ന ഫാസിസ്റ്റ് രീതിയിലേക്കാണ് CPM പോകുന്നതെന്ന് സ്ഥലം സന്ദർശിച്ച് വി കുഞ്ഞികൃഷ്ണൻ MLA പറഞ്ഞു. സംസാരിച്ച് പുറത്തിറങ്ങി നടത്തിയ മാധ്യമ സമ്മേളനത്തിലൂടെയാണ് ഇപ്പൊ വീണ്ടും അത് ആരംഭിച്ചത്. അത് ഞങ്ങൾ കുറെ ആളുകളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാം കൈകാര്യം ചെയ്യുമെന്ന ഭാഷ തന്നെയാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതേ തുടർന്ന് നിരവധി നവമാധ്യമങ്ങളിൽ ഈ അക്രമം സംഘടിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന നിലയിലുള്ള ഒട്ടേറെ ടൈറ്റപ്പുകളും കമന്റുകളും ഒക്കെ വന്നിട്ടുണ്ട്. അത് അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. അണിയറയിലെന്തോ നീങ്ങുന്നുണ്ട് എന്നത് ബോധ്യപ്പെടും വിധത്തിലാണ്. അത് ഏത് പ്രൊഫൈലിൽ നിന്നാണോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട വ്യക്തികളിൽ നിന്നാണോ? അത് മുൻ MLA-യുടെ ഭാഗത്തു നിന്നാണ് ഇവിടെ പ്രസംഗം ഉണ്ടായത്. വരുന്നുണ്ട്. മുൻ MLA-യുടെ ഭാഗത്തു നിന്നാണ് ഇവിടെ സംസാരം ഉണ്ടായത്. തുടർന്ന് അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നാണ് ഈ നവമാധ്യമങ്ങളിൽ ഈ നിലയിലുള്ള ക്യാമ്പയിനുകളെല്ലാം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് CPM ആകെ ഇങ്ങനെ ഒരു നിലപാടാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല, വ്യക്തിപരമായി എനിക്കില്ല. പക്ഷെ അതിൽ പെടുന്ന ഒരു വിഭാഗം, അത് പ്രത്യേകിച്ച് ഈ മാഫിയ സംഘങ്ങളുമായി ബന്ധമുള്ളവരാണ്. അവർ CPM ലീഡർഷിപ്പിൽ പെടുന്നവരുമാണ്. അപ്പൊ അവരുടെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം നീങ്ങുന്നത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാഹചര്യ തെളിവുകൾ CPM ആണെന്നാണ് സൂചിപ്പിക്കുന്നത്. കാറും വീടും ആക്രമിച്ചപ്പോൾ പങ്കില്ലെന്നാണ് CPM അന്ന് പറഞ്ഞത്. പക്ഷേ അറസ്റ്റ് ചെയ്തപ്പോൾ CPM നേതൃത്വം അവരെ സംരക്ഷിച്ചു. മുദ്രാവാക്യം വിളിച്ച് അഭിവാദ്യം അർപ്പിച്ചാണ് ജയിലിലേക്ക് യാത്രയാക്കിയത്. ജാമ്യം കിട്ടിയപ്പോൾ സ്വീകരണവും നൽകിയെന്ന് MLA കൂട്ടിച്ചേർത്തു. CPM-ൽ പെടുന്ന മാഫിയ സംഘങ്ങളുമായി ബന്ധമുള്ളവരാണ് ഈ ആക്രമണം നടത്തിയതെന്ന് കുഞ്ഞികൃഷ്ണൻ MLA ആരോപിച്ചു. അതിൽ CPM ലീഡർഷിപ്പിൽ പെടുന്നവരുമുണ്ടെന്നും അവരുടെ നേതൃത്വത്തിലാണ് പുരുഷോത്തമന്റെ ചെമ്മീൻ കൃഷി ഷെഡിന് തീയിട്ടതെന്നും കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. on hotel.